കാനഡയിൽ ഇലക്ഷൻ വേണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ഭരണപക്ഷം അത് നടത്തി. അത് വളരെ നേരത്തെ തന്നെ നടത്തി. കാനഡ ജനതയ്ക്ക് ആരാണ് ആവശ്യം? കനേഡിയൻ ജനത ഒരാളെ എലക്ട് ചെയ്തു. അതാണ് നമ്മുടെ കാരണി. പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നത് നിർഭാഗ്യവശാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൊലിവുറേട്ടൻ കഴിഞ്ഞ 20 വർഷമായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം തോറ്റുപോയി. പ്രതിപക്ഷ പാർട്ടി തീരുമാനിച്ച് അദ്ദേഹത്തിന് വീണ്ടും മറ്റൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ആളെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സാധാരണ നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന പണി എന്താ? കുറച്ച് കാലത്തേക്ക് ഇയാളുടെ ശല്യം ഇല്ലാണ്ട് ഭരിക്കാൻ പറ്റുമെന്നല്ല വിചാരിക്കുക. പക്ഷേ നമ്മുടെ കാർണി ചെയ്ത പണി അതല്ല. നോർമൽ ലെവലിൽ 7 മാസം വരെ ഈ പുള്ളിക്ക് ഈ സാധനം നീക്കാം. പക്ഷേ പുള്ളി പറഞ്ഞു, എപ്പോഴാണോ റെഡി ആവണേ എത്രയും പെട്ടെന്ന് നീ പറഞ്ഞോ, നമുക്ക് ബൈ ഇലക്ഷൻ നടത്താം, എത്രയും പെട്ടെന്ന് നിങ്ങളവിടെ വരണം. കാരണം നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് കാനഡയെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഒരു എതിരാളി, അത് പ്രതിപക്ഷത്താണെങ്കിൽ ശത്രുപാളയത്താണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ചേർത്ത് നിൽക്കാനായിട്ട് കാർണി കാണിക്കുന്ന ഈ ഒരു മനോഭാവം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മളത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. നോർമൽ ലെവലിൽ ഇപ്പോൾ ലോകത്തിൽ എല്ലായിടത്തും മതിലുകൾ കെട്ടി തരംതിരിക്കുന്ന സിറ്റുവേഷൻ, ട്രംപ് ആയിക്കോട്ടെ എല്ലാവരും. പക്ഷേ ആ സമയത്താണ് നമ്മുടെ കാർണി പറയണത്, ഒരു പാലിട്ട് കൊടുത്തിട്ട് പറയണേ കയറി വാ എന്ന് പറയണത്.